ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമ്മൾ കയറി ചെല്ലുന്ന ഈ ഒരു മിറ്റാണ്. ഇവിടെ ഒരുപാട് ചെടിയുണ്ട്. ഞങ്ങളുടെ സൈഡിലുണ്ട്, അപ്പുറത്ത് വേറെ വീടായിട്ടാണുള്ളത് ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, കുറേ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ട് നമുക്കത് നോക്കാനേ ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റുക്കിയമ്മയും സൂമയും കൂടിയൊക്കെയാണ്, പല പെങ്ങളും പല ഉമ്മയൊക്കെ കൂടിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് അപ്പുറത്തെ വീടാട്ടോ. അങ്ങനെ ഇതാണ് ഈ ഒരു സൈഡിലോട്ട് വന്നാലുള്ള ഇത് നമ്മളെ വീടിൻ്റെ മുമ്പിൽ നിന്ന്. പിന്നെ ഇത് നമ്മളെ മോൻ്റെ വണ്ടിയാട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി, നമുക്ക് പുതിയത് കിട്ടിയാച്ചാൽ നടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നതന്നെ ഒരു വലിയ ഹാളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു സോഫ, കസേര, ഒരു കുഞ്ഞു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ആൾക്കാർ അത്രയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാനുള്ളതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ തംബ്ലൈനിലുള്ള പോലെ സർക്കാരിൻ്റെ വക കിട്ടിയ ഭൂമിയാണ്. ഈ ലക്ഷ്യം വീട് എന്നൊക്കെ പറയുന്ന പോലെ 4 സെൻറ്റ് സ്ഥലം അങ്ങനെ കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ റൂം. ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വീട്ടിൽ പള്ളിയിൽ വലിയൊരു റൂം. വലിയപ്പോൾ അവിടെ അടക്ക പൊട്ടിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ള റൂം ഇതാണ്. ഇതിലിപ്പോൾ മാമൻ വയ്യാണ്ട് കിടക്കുകയാണ്, അപ്പം മാമനെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ വന്നിട്ട് ഒരു അലമാരി, ഒരു കുഞ്ഞു കട്ടിൽ. ആ കട്ടിൽ ഇപ്പോൾ നമ്മളെ അങ്ങനെ കിട്ടിയതാണ്, ഇങ്ങനെ എയർ ബെഡൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പാണ്. മറ്റേ റൂമിൽ 2 കട്ടിലുണ്ട് കേട്ടോ, വലിയ റൂമിൽ. അപ്പോൾ ഇത് ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ ഭയങ്കര കരച്ചിൽ, സൂറമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂപ്പര് ഭയങ്കര ആകാംക്ഷയോടെ വന്നാണ്. ഇതിവിടുത്തെ പൂച്ചക്കുട്ടി കേട്ടോ. പിന്നെ നമ്മൾ ഷീറ്റ് ആ ഒരു സൈഡത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പം അടുത്ത് ഒരു മഴയൊക്കെ പെയ്തതിൽ നമ്മളെ വീടിൻ്റെ ഷീറ്റൊക്കെ പൊട്ടിപ്പോയി കാറ്റ് വീശിയിൽ. അപ്പോൾ ആ ഒരു സൈഡ് മാത്രം മാറ്റി. പക്ഷേ ഈ സൈഡ് മാറ്റണമെന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് മാറ്റാത്തത്. മഴ ചോരുമൊക്കെ ചെയ്യും മഴ പെയ്താലൊക്കെ. അപ്പോൾ നമ്മളെ കൊച്ചു ടി വി ഉണ്ട്, പിന്നെ അവിടെ ടി വി സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമുക്ക് അടുത്ത പാസിങ് ഏരിയ വരുന്നത് കേട്ടോ. ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. പിന്നെ കുറേ സാധനങ്ങളുണ്ടാവും, കാരണം നമ്മൾ പറയും, ചിലർ പറയും ചെറിയ വീടുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കി വെക്കാം, പക്ഷെ അത്രയും ആൾക്കാർ താമസിക്കുമ്പോൾ ഒന്നും നടക്കില്ല. പിന്നെ വൃത്തിയും ഇതെന്നൊക്കെ പറയുന്നത്, നമുക്ക് ഈ ഒരു തന്നെ വൃത്തിയും വെടുപ്പിലാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടു നടക്കുന്നത്. അതുതന്നെ നല്ല അടിപൊളിയായിട്ട്. പിന്നെ നമ്മൾ അടുത്ത് വരുന്നത്, ഇത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത പോലത്തെ ഒരു ഷെഡാണ്. ഇവിടെ ടേബിൾ വെച്ചിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുകയൊക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക. പിന്നെ അവിടെ ഇങ്ങനെ ടാർപ്പൈ കൊണ്ട് മറിച്ചിട്ട് മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു കിടക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ മോനൊക്കെ കുറച്ച് നമുക്ക് സെപ്പറേറ്റ് ഇപ്പോൾ താത്തയൊക്കെ കൂടാനൊക്കെ വരുമ്പോൾ ഒക്കെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ചെറുതായിട്ട് നമ്മളെ എൻ്റെ അനിയനൊക്കെ കൂടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്താ മോൻ്റെ ഹെൽമെറ്റ്, മോനിപ്പോൾ മെഡിക്കൽ കോളേജിലാണ്, ആക്സിഡൻ്റ് ആയിട്ട് വയ്യാണ്ട് കിടക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാം പെട്ടെന്ന് ശരിയാക്കി കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ഇതാണ് അവൻ്റെ റൂം ഉണ്ടായിരുന്നത്, അവൻ്റെതും. പെട്ടെന്ന് ആരും വന്നാൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വാതിൽ ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ട് ഈ ചുമരുണ്ട്, കുറച്ച് വൃത്തിയില്ലേ, ഇത് നമ്മൾ പഴയത്, ഇതിപ്പോൾ കിട്ടിയത്. ഇത് തന്നെ ഒരു കുറച്ച് സഹായങ്ങളും പിന്നെ നമ്മൾ ലോണൊക്കെ എടുത്തിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇവിടെ വാതിലില്ല, നമ്മളിവിടെ ഇങ്ങനെ ഒരു സാരിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പൂച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കട്ടിലിൻ്റെ ഈ സാധനം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മൾ അടുക്കളയിലാണ്. അടുക്കള സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഇങ്ങനെ ഇഷ്ടികയൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കാണ്. ഇതും പൂച്ച ഇടറാതിരിക്കാൻ വേണ്ടി ചെയ്ത് ചേട്ടോ വലിയമ്മ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തുറന്ന് നോക്കാം. അപ്പോൾ അത് അവിടെ തട്ടിയും കൊണ്ട് നല്ല പൊടി വന്നു ഗൈസ്. എനിക്കാണെങ്കിൽ പൊടി പറ്റൂല, അലർജി ചെറിയൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് നമ്മളെ സ്വന്തം അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് അടുക്കള. ഇവിടെയാണ് വാഷ് ബേസിൻ. ഇത് വെച്ച് സെറ്റാക്കി കൊടുത്തതാണ്. നമുക്കിപ്പം പുറത്ത് പോയി പാത്രം കഴുകണേനും അല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ്. രണ്ടിലും വെള്ളമുണ്ട്, നല്ല ഒന്ന് മൺകുടത്തിൽ ഒന്നല്ലാണ്ട്. അപ്പോൾ ഇവിടെയാണ് വിറക് സ്റ്റോർ ചെയ്യുന്നത്. അടിയിലുണ്ടായിരുന്നു, പക്ഷേ വിറകില്ല ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടാമത് അങ്ങോട്ടേക്കുള്ള
പണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ഷെഡായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു താമസിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ടാർപ്പായി കെട്ടിയിട്ടാണ് സെപ്പറേറ്റ് ആക്കിയിരുന്നത്. ഇപ്പോൾ രണ്ടാമത് അവർ അടുക്കളേൻ്റെ ഭാഗം സെപ്പറേറ്റ് എടുത്തതാണ്. ഇവിടെ ലൈറ്റിങ് കാര്യമൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ തന്നെ പിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്യാസൊക്കെ വെക്കുന്ന സ്ഥലം. പിന്നെ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്നതും നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന അടുക്കള ഇതാണ്. ചില ഭാവിയിലേക്കും ഞങ്ങൾക്ക് നല്ലൊരു വീട് ഉണ്ടാക്കണം എന്നും ഒരുപാട് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഇതന്നെ നമുക്ക് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് സൗജന്യമായി കിട്ടിയ സ്ഥലമാണ്. ഏകദേശം ഒരു 10-30 വർഷം മുമ്പേ ഉള്ളതാട്ടോ. എനിക്കറിയില്ല കേട്ടോ എത്ര വർഷം, 30 എല്ലാം തോന്നുന്നു. എനിക്ക് തന്നെ ഇപ്പോൾ 10-26 വയസ്സായി. അപ്പോൾ കൈക്കും ഉപ്പാൻ്റെയൊക്കെ ചെറുപ്പത്തിലേ വന്നതാണ് ഇവിടെ. അപ്പോൾ ഒരു 50 വർഷമായിട്ടുണ്ടാവില്ലേ, അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു അടുക്കള, ഇത് ഗ്യാസൊക്കെ ഉള്ള അടുക്കള. അപ്പോൾ നമുക്ക് എന്തായാലും ഉമ്മ വരുന്നതിന് മുമ്പ് ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കി പോകാൻ അല്ലെങ്കിൽ ഉമ്മ പറയും പൂച്ച കയറുമെന്ന്. അപ്പോൾ നമുക്കിത് അടയ്ക്കാം. ഇവിടെ ഇതും നമ്മളിങ്ങനെ ഇത് വെക്കണം, പട്ടിക വെക്കണം, അമർത്തി ഇത് വെക്കണം, അല്ലെങ്കിൽ അത് പൂച്ച കയറി എല്ലാം അലങ്കോലമാക്കി. നമ്മളെ പൂച്ചയല്ല, അല്ലാണ്ട് തന്നെ ഒരുപാട് പൂച്ച ഉണ്ട് ഇവിടെ. സഹിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാനാ. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഇടങ്ങാറില്ല, അല്ലെങ്കിലേ സ്ഥലമില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ അതിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയാന്ന് തോന്നിയിരുമ്പോൾ വന്നാൽ എനിക്ക് ചീത്തയേക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് അതൊരു ബാത്റൂം, കുളിമുറിയും ഇതും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണിക്കാൻ. അങ്ങോട്ടേക്കൊക്കെ തോട്ടവും കാപ്പിത്തോട്ടവും ഇതൊക്കെയാണ്. അങ്ങോട്ട് കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കും. വേസ്റ്റ് എന്നല്ല, നമ്മൾ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കും, പണീൻ്റെ സാധനങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇതും അങ്ങോട്ട് അടച്ച് കളയാം, നമ്മളെ വാതിൽ നമുക്ക് അങ്ങോട്ട് അടയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടി ഹോം ടൂർ. നമ്മളെ സ്വന്തം തറവാടാണ്. എപ്പോഴും ഇതിങ്ങനെ പുതുക്കി പണിയണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും സാഹചര്യം ശരിയാവില്ല. കാരണം ഓൾറെഡി ഇവിടെ ഒരാൾ വയ്യാണ്ട് കിടക്കുകയാണ്, അതൊക്കെ തന്നെ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടി ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ 4000 മണിക്കൂർ വാച്ച് അവർ ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ബൈ.